ഈ SIR ഫോം എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർക്കുള്ളൊരു സംശയമാണ്. ഒരു ഫോം തരുള്ളൂ, ബാക്കിയുള്ളവരതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളത്. ഒരു ഫോമല്ല തരിക. 2025 വോട്ടർ പട്ടികയിലുള്ള എല്ലാവർക്കും ഇതുപോലെ 2 കോപ്പി വീതമുള്ള ഫോം തരും. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഈ കോളത്തിൽ ഇയാളെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും, ഇപ്പക്കത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതുക. ഈ വ്യക്തിക്ക് 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ 2002 വോട്ടർ പട്ടിക നോക്കിയിട്ട് അതിന് വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ എഴുതി കൊടുക്കുക മാത്രം ചെയ്താൽ മതി. വേറെ ഒരു രേഖൻ്റെ ആവശ്യമില്ല. ഇപ്പം 2025 വോട്ടർ പട്ടികയിൽ പേരുണ്ട്, 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളാണെങ്കിൽ ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് ചെയ്താൽ ഇപ്പക്കളത്തെ 2025 വോട്ടർ പട്ടിക പ്രകാരമുള്ള ഡീറ്റെയിൽസ് ചെയ്താൽ. ഇവിടെ ഈ വ്യക്തിക്ക് വോട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്നും എഴുതരുത്. 2002 വോട്ടില്ലാത്തതുകൊണ്ട് 2002 വോട്ടില്ലാത്ത ആളുകൾ ഇവിടെയാണ് പൂരിപ്പിക്കേണ്ടത്. ഇവിടെ പൂരിപ്പിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, 2002 വോട്ടർ പട്ടികയിൽ ഈ വ്യക്തിൻ്റെ പിതാവ്, മാതാവ് ഇവരുടെ ആരെങ്കിലും ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുക. ആ ഡീറ്റെയിൽസ് പിതാവിനും മാതാവിനും വോട്ടില്ല എന്നുണ്ടെങ്കിൽ പിതാവിൻ്റെ സഹോദരനോ അങ്ങനെ ആർക്കെങ്കിലും രക്തബന്ധത്തിൽപ്പെട്ട ആരുടെയെങ്കിലും ഒരു ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ കെട്ടിക്കൊണ്ടുവന്ന സ്ത്രീകളുണ്ടാവും, മരുമക്കളെ, ഓരതും അതുപോലെ ഇവിടെ ഓരപ്പത്തെ ഡീറ്റെയിൽസ് ചെയ്താൽ 2002 വോട്ട് ഉണ്ടാവില്ല, അവിടെ ഒന്നും എഴുതരുത്. ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഭാര്യയാണെങ്കിൽ ഭാര്യൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ 2002 വോട്ടർ പട്ടികയിലെ ഡീറ്റെയിൽസ് ആണ് എഴുതേണ്ടത്. ഒരിക്കലും ഭർത്താവിൻ്റെ വോട്ടർ പട്ടികയിലെ ഡീറ്റെയിൽസ് അല്ല എഴുതേണ്ടത്. ഇത്രയും എഴുതി പൂരിപ്പിച്ചാൽ മാത്രം മതി. 2025 വോട്ടില്ലാത്തുള്ള വോട്ട് ചേർക്കലും കാര്യങ്ങളൊക്കെ പിന്നീടാണ് വരിക.